ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്കൻഡ് ഡേയ്സിന് സീസൺ 1 എപ്പിസോഡ് 2 ആണ്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് ശ്രമിക്കുക. കാര്യം മിക്കവരും കഴിഞ്ഞ 2 വീഡിയോയിൽ ലൈക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഗായ്സ് ഇമ്മൻസ് ഇൻ ഷാഡോ പിന്നെ സ്പൈ എക്സ് ഫാമിലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിർത്തിയിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അത് കുറേ പേര് എൻ്റെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങളത് പറയാൻ കാരണം. അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 3 പിന്നെ സെക്കൻഡ് ഡേയ്സിലെ സീസൺ 1 എപ്പിസോഡ് 3 ശേഷമായിരിക്കും ഇമ്മൻസ് ഇൻ ഷാഡോ പിന്നെ സ്പൈ എക്സ് ഫാമിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഗായ്സ് ലൈക്ക് ഇട്ടതിന് ശേഷം മാത്രം തുടർന്ന് കാണാൻ ശ്രമിക്കുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഷിന്നു വന്ന് ജോലിനെ മറന്നുപോയിട്ട് ആ കടയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ടിയത് കടയിലെ ആരില്ലാത്ത സമയത്ത് ഷിന്നാണെങ്കിൽ സെക്കമോട്ടോട് പറയുന്നത്, സെക്കമോട്ടോ ഇന്നലെ നീ ഫൈറ്റ് ചെയ്ത് വേറെ ലെവലായിരുന്നു, ഇങ്ങനെയൊക്കെ വെച്ച് നിനക്ക് നീ ഫൈറ്റ് ചെയ്തോ, കൊള്ളായിരുന്നു, കിട്ടില്ലായിരുന്നു. വിചാരിച്ചു തന്റെ കഴിവൊക്കെ പോയി കാണും, പക്ഷേ താങ്കൾക്ക് ഇപ്പോഴും ആ പഴയ കഴിവുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് സെക്കമോട്ടോന്റെ ഭാര്യ സെക്കമോട്ടോട് പറയാണ്, നീ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ നീ സെക്കമോട്ടോ ശേഷം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ നിന്റെ പേരിലൊരു ഡിവോഴ്സ് ഫയൽ ചെയ്യോടാ എന്ന് സെക്കമോട്ടോന്റെ ഭാര്യ സെക്കമോട്ടോട് പറയണം. അപ്പോൾ സെക്കമോട്ടോ പേടിച്ചു പോവുകയാണ് ആ ഒരു കാര്യത്തിൽ തന്നെ. സെക്കമോട്ടോ ഇന്നലെ താൻ അത്രയും വരെ അടിച്ചിട്ടാ, പിന്നെന്താ താൻ ഇത്ര പേടിക്കുന്നത്? എനിക്ക് തോന്നുന്നു തന്റെ ഫാമിലി എന്തോ റൂളൊക്കെ ഉണ്ടെന്ന്. സെക്കമോട്ടോ 2 പെൻസിൽ വെച്ചിട്ട് അവന്റെ കഴുത്തിൽ കൂടെ കുത്തിറക്കുന്ന പോലെ ആലോചിക്കുന്നുണ്ട്. അത് ഷിന്നിനെ ടെൽപ്പതി അടിക്കുകയാണ്. എടോ ഞാൻ തന്നോട് പറഞ്ഞില്ലേ എന്നെ കൊല്ലുന്ന പോലെ ഒന്ന് ആലോചിച്ചിട്ട് നോക്കല്ലേ, അത് റൂൾസിനെതിരാണ് എന്ന് സെക്കമോട്ടോ ഉണ്ടാവും പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് സെക്കമോട്ടോയ്ക്ക് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി അവരെ വീടും കടയിൽ നിന്ന് കുറേ കിലോമീറ്റേഴ്സ് മാറി ഒരു മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇത്രയും കിലോമീറ്റേഴ്സ് താണ്ടി വരണോ? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ സാധനം? അപ്പോഴാണ് സെക്കമോട്ടോ എന്താണ് വാങ്ങിക്കുന്നത് ഇവിടെ കാണിക്കുന്നത്. അത് വേറൊന്നുമല്ല, ബണ്ണ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്കും മോക്കും ഈ ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഷിന്ന് പറയണോ, ഭാര്യയ്ക്കും മോക്ക് വേണ്ടി ഇത്രയും വാക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ശരിക്കും ജെന്റിൽമാൻ തന്നെ എന്ന് പറയാണ് ഷിൻ അവന്റെ മനസ്സിൽ. കേട്ടേ സെക്കമോട്ടോ കടയിൽ വെച്ച് സെക്കമോട്ടോന്റെ ഭാര്യ എന്തോ റൂൾസിനെ പറ്റി പറഞ്ഞല്ലോ, അതെന്താ റൂൾസ്? അപ്പൊ സെക്കമോട്ടോ പറയുന്നുണ്ട് മിണ്ടാതെ നടന്നു വാടാ. അങ്ങനെ ഇരിക്കെ അവരുടെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ സെക്കമോട്ടോ തലയ്ക്ക് മോളിൽ കൂടെ ഒരു പെൺകുട്ടി വന്ന് വീഴുകയാണ്. കൂടെ തന്നെ ആ ഒരു ബണ്ണിലത്ത് ക്രീമും കൂടെ വെള്ളിയോട്ട് വരികയാണ്. അപ്പോഴേക്കും ഷിന്ന് പറയാണ് തുടച്ചിട്ട് എടുത്തോണ്ട് പോകാൻ എന്ന് പറഞ്ഞ് ഷിന്നാണെങ്കിൽ ആ ഒരു ബണ്ണ് നോക്കുമ്പോൾ ബണ്ണ് മൊത്തം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അവിടെ കുറെ റൗഡീസ് വന്നിട്ടുണ്ട്, അത് ആ പെൺകുട്ടിയെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ റൗഡീസ് പറയുന്നുണ്ട് ഈ ഒരു കൊച്ചു പെൺകുട്ടിയെ പിടിക്കാനാണ് ഇത്രയും പാട്. അപ്പോഴാണ് ആ പെൺകുട്ടി ആയിരുന്നു കാണിക്കുന്നത്. പെൺകുട്ടിയുടെ പേര് ലൂഷ എന്നാണ്. ലൂഷനെ അവിടെ വന്ന് എല്ലാ റൗഡീസും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൂഷയെ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അവൾ മാർഷൽ ആർട്സ് ഒക്കെ വെച്ചിട്ട് അവരെ തിരിച്ചടിക്കുന്നുണ്ട്. സാക്കമോട്ടോട് പറയാണ്, സാക്കമോട്ടോ ഇവിടെ നിന്ന് പോയി, ഇവിടെ എന്തോ വലിയ അടിയാണ് നടക്കുന്നത്. അപ്പൊ സാക്കമോട്ടോ പറയുന്നത് ഇത് വാങ്ങിക്കാതെ പോയാണ് എന്റെ കൊച്ചുകുട്ടി കിടന്ന് കരയും. പെൺകുട്ടിയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാത്ത ആ ഗുണ്ടകളത്തൊക്കെ ഫൈറ്റ് ഉണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവൾ ഒരുത്തം വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. അവളെ കത്തി വെച്ച് കുത്താൻ വേണ്ടി വരികയാണ്. സാക്കമോട്ടോ കയറി ഇടപെടുകയാണ്. സാക്കമോട്ടോ ബേക്കറിയിലൊക്കെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം വെച്ചിട്ട് ആ കത്തി പൊട്ടിക്കുകയാണ്. കൂടെ തന്നെ ഷിന്നും ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ ഒരു ഗുണ്ടയുടെ തലയെ കൂടെ അടിക്കുന്നുണ്ട് പിറകിൽ. അപ്പോഴാണെങ്കിൽ ഒരാൾ അവളെ നോക്കി ഗണ്ണ് എയിം ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവളും കിക്ക് യൂസ് ചെയ്തതിനു ശേഷം അയാൾ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷിൻ ആലോചിക്കുകയാണ് ഇവളിനി എന്തൊക്കെ കഥയായിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ തന്നെ അവിടെ കുറെ ഗുണ്ടകൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ തന്നെ സാക്കമോട്ടോ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും തൂക്കിയെടുത്തോണ്ട് അവിടെ നോടുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു ഗ്യാങ് ബേസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരാൾ ഒന്നിനു ശേഷം ഒരു ബോസിനോട് പറയുന്നുണ്ട്, ബോസ് ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്നും ആ പെൺകുട്ടി വീണ്ടും പോയി, എന്ത് വീണ്ടും മിസ്സായോ എന്നും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ആ പറഞ്ഞവനെ കുറെ അടിക്കുന്നുണ്ട്. ആ ബോസ് എന്റെ ബോസ് അയാളോട് പറയുന്നുണ്ട് അവളുടെ ആ ഒരു ഫാമിലിയത്തെ എല്ലാവരും ഞാൻ കൊന്നു, പക്ഷേ ഇനി അവൾ മാത്രമേ കൂടെ ഉള്ളൂ, അവളെ കൊന്നാൽ മാത്രമേ എനിക്ക് വേണ്ട സാധനം കിട്ടുള്ളൂ. അപ്പൊ തന്നെ ആ ഒരു അസിസ്റ്റന്റ് എണീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ അസിസ്റ്റന്റ് തല ആരോ വെട്ടുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു മുട്ടയാണ് വെട്ടുന്നത്. ഇവിടെ നോക്ക് ഇവൻ ചത്തിനെ ശ്വാസം കൊണ്ടുവന്ന് എന്നും പറഞ്ഞിട്ട് ആ മുട്ടയാണെങ്കിൽ ആ ചത്തുപോയവന്റെ തലയെടുത്ത് കാണിക്കുകയാണ്. അപ്പൊ തന്നെ അവിടെ ആ മുട്ടയുടെ ബ്രദറും കൂടെ വരുന്നുണ്ട്. അപ്പോഴേ ഈ ബോസ് അവന്റെ മനസ്സിൽ പറയുന്നത് മറ്റേ സൈക്കോ ബ്രദേഴ്സ് അല്ലേ. അപ്പോൾ ആ ബോസ് അവന്റെ അടുത്ത് മനുഷ്യൻ പറയാണ് ആരെ കൊല്ലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കീ ഉണ്ട്. ആ കീ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ 10,000 ബ്ലാക്ക് മാർക്കറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരെ വേണമെങ്കിലും കൊല്ലല്ലേ, ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ബ്രദേഴ്സ് അവിടെ ചിരിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ഷിനിനെയും സെക്കമോട്ടിനെയും ലൂഷനെയും കാണിക്കണം. അപ്പൊ ലൂഷ ആണെങ്കിൽ അവരോട് പറയുന്നുണ്ട് ഞാൻ ഒരു ഗാങ്സ്റ്റർ ഫാമിലി പെട്ട ഒരു മെമ്പറാണ്, എന്റെ ഫാമിലിയുടെ എല്ലാവരും മരിച്ചു, എന്റെ ഫാമിലിയിലത്തെ ലാസ്റ്റ് മെമ്പർ ഞാനാണ്, പിന്നെ എന്തിനാണ് അവരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കീക്ക് വേണ്ടി. അപ്പോഴാണെങ്കിൽ ഷിന്ന് പറയാണ് ഒരു കീന് വേണ്ടിയിട്ട് നിന്നെ ഫോളോ ചെയ്യുന്നത്, അപ്പൊ ആ കീ അയാൾക്ക് കൊടുത്തൂടെ? അപ്പോഴാണെങ്കിൽ അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് പറ്റില്ല, ഈ ഒരു കീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ അച്ഛനമ്മ മരിച്ചു പോയത്. അതും പോലെ തന്നെ എന്റെ അച്ഛനെ ലാസ്റ്റ് കണ്ടപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് ഈ കീം വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കീനെ അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. അവനെ കീ കൊടുത്താൽ തന്നെ എന്നെ എന്റെ അച്ഛനമ്മ അടുത്ത് എന്ത് പറയും, ഞാൻ സ്വർഗത്തിൽ മരിച്ചിട്ട് പോകുമ്പോൾ. നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടേണ്ട, എനിവേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞ പെൺകുട്ടി പോകാൻ നിൽക്കുമ്പോൾ ഷിന്നും കൂടെ ആ പെൺകുട്ടിയെ ഫോളോ വേണ്ടി പോവാണ്. അപ്പൊ സാക്കമോട്ടോനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ആ പെൺകുട്ടി അവിടുന്ന് പോകുന്നതിന് മുമ്പ് സാക്കമോട്ടോ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നിനക്ക് ബണ്ണുണ്ടാക്കാൻ അറിയാവോ? അപ്പൊ എനിക്ക് ആ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്കറിയാം, എന്റെ അച്ഛനമ്മ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അണ്ണാ വേണ്ട അണ്ണ, എനിക്ക് ഇവിടെ കാണുമ്പോൾ എന്തൊക്കെ പോലെ തോന്നുന്നു, ഇവിടെ എന്തോ വലിയ പ്രശ്നമാണ്, മിണ്ടായി വേണ്ടാത്ത പ്രശ്നത്തൊന്നും കയറണ്ട എന്ന് സാക്കമോട്ടോട് അവൻ പറയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ബണ്ണുണ്ടാക്കി തരണം. അപ്പൊ തന്നെ സാക്കമോട്ടിനെ ഒരുത്തം വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ അത് ആരാന്ന് വെച്ചാൽ മറ്റേ സൈക്കോ ബ്രദേഴ്സ് ആണ്. സാക്കമോട്ടിമാര് കിട്ടിയ കിക്കി തന്നെ അങ്ങ് അറ്റം തെറിച്ച് പോവുകയാണ്. ഇവരെ കണ്ട ലൂഷയും ഷിന്നും കൂടെ അവരെ ഗാർഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ലൂഷ ആണെങ്കിൽ അവരെ പറ്റി ഷിന്നിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരുടെ പേര് അഥവാ നാട്ടുകാർ ഇവരെ വിളിക്കുന്ന പേര് എന്താന്ന് വെച്ചാൽ സൈക്കോ ബ്രദേഴ്സ് എന്നാണ്. ഇവരൊരു കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഓണറിന്റെ കയ്യിൽ നിന്ന് കോടികൾ ആവശ്യപ്പെടും. അതും പോരാന് ഇവർക്ക് ഒരു വൃത്തികെട്ട ഹോബിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരാളെ കൊന്നതിന് ശേഷം അയാളെ തല വെട്ടിയതിനു ശേഷം അവരെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം അത് അതുപോലെ ഇവർക്ക് ആൾക്കാരെ കൊല്ലാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് എന്ന് ലൂഷ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്.
പറയുന്നുണ്ട്. ഷിന് അതിലൊരു ബ്രദർ എന്ന് വെച്ചാൽ മുടിയുള്ള ഒരുത്തിന്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോകണം. അപ്പോഴേ മറ്റേ മുടിയുള്ളവൻ ഷിന്നോട് പറയാണ്, ഇപ്പൊ തന്നെ നിന്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടില്ലേ, അതുപോലെ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൊക്കോ ഇവിടെ എന്ത് സാക്കമോട്ടെ പറഞ്ഞു വിട്ടെന്നോ, തനിക്ക് സാക്കമോട്ടെ പറ്റി ഒന്നും അറിയില്ല. അപ്പോഴെങ്കിൽ അതിലൊരുത്ത ലൂഷ്യനെ കത്തി വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോകണം. അപ്പൊ സാക്കമോട്ടോ അവരുടെ തലയ്ക്ക് നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. അപ്പൊ തന്നെ അവിടുത്തെ സീലിംഗ് ഒക്കെ പൊട്ടിയിട്ട് താഴെ ഒരു കിച്ചണിലോട്ട് പോവുകയാണ് അവരെല്ലാം. ഈ പെൺകുട്ടി മര്യാദയ്ക്ക് ആ താക്കോലിന് തന്നോ, താക്കോലെന്ന് സിമ്പിൾ ഇതിനെ കൊന്നിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കും. അല്ലാതെ നിന്റെ അച്ഛനമ്മയെ പോലെ നീ വീരത്വം കാണിക്കാൻ നോക്കിയാണെങ്കിൽ നടക്കില്ല മോളെ. എന്റെ അടുത്ത് ഇല്ല, എന്നെ കൊന്നാൽ പോലും ഈ താക്കോൽ നിൽക്കാൻ തരില്ല. കാര്യം എന്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എന്നെ വിശ്വസിച്ചാണ് ഈ താക്കോൽ എനിക്ക് തന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ അച്ഛനും അമ്മയെ ഞാൻ കൊല്ലാൻ സമയത്ത് പറഞ്ഞത്. ഒരു സാധാരണ ഒരു കീക്ക് വേണ്ടി അവരെ ജീവൻ തന്നെ കളഞ്ഞു പൊട്ടന്മാര്. നിന്റെ ഫാമിലി നിന്നെ ഓർത്തിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. എന്നാലൊരു ബ്രദർ പറയുന്നുണ്ട് അവളോട്, നീയാണല്ലേ എന്റെ അച്ഛനമ്മയെ കൊന്ന് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ സാക്കമോട്ടോ അവളെ പിടിച്ച് പിറകിലോട്ട് എറിയുന്നുണ്ട്. അവൾ പറയണം, എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്, അവൾ എന്റെ അച്ഛനമ്മയെ കൊന്നു, എനിക്ക് അവരെ പ്രദേശത്ത് ഒരുത്തന്നെ ഒരു കൂരനായി എടുത്തിട്ട് അവളെ നേരിട്ട് അറിയണം. അപ്പോഴെങ്കിൽ സാക്കമോട്ടോ അവന്റെ കൈ കൊണ്ട് ആ കൂരനായി പിടിക്കുകയാണ്. അപ്പൊ തന്നെ മാറ്റുന്നുണ്ട്. അപ്പൊ അവന്റെ കൈ ചെറുതായി മുറിയുന്നുണ്ട്. സാക്കമോട്ടോ അവരോട് പറയാണ്, ഒരാൾക്ക് ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാൻ നോക്കരുത്, കാര്യം അത് അവർക്കുള്ള മുതലാണ്. അല്ല, എന്തിനാണ് എനിക്ക് വേണ്ടി താങ്കളെ കൈയൊക്കെ മുറിക്കാൻ പോയത്? അപ്പോഴാണെങ്കിൽ സാക്കമോട്ടോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡേറ്റിംഗിൽ സാക്കമോട്ടോയുടെ ഭാര്യയും ക്രിസ്മസിൽ നിൽക്കുകയാണ് വെളിയിൽ. സാക്കമോട്ടോ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ സാക്കമോട്ടോന്റെ ദേഹത്തൊരു രക്തക്കറകളുണ്ട്. അപ്പൊ സാക്കമോട്ടോയുടെ ഭാര്യ സാക്കമോട്ടോട് പറയാൻ, ഒരാളെ കൊന്നുകൊണ്ടുള്ള ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ട, അതുപോലെ തന്നെ ജീവിതത്തിൽ ഞാനും വേണ്ട എന്ന് പറഞ്ഞ് സാക്കമോട്ടോയുടെ ഭാര്യ അവിടേക്ക് ഒരു ടോപ്പിൽ നിന്ന് ചാടുന്നു. സാക്കമോട്ടോ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൂടെ ചാടുന്നുണ്ട്. തൊട്ട് താഴെ കുറെ സ്നോൾ ഉണ്ടെങ്കിൽ അവർക്കൊന്നും പറ്റുന്നില്ല. അവർക്ക് കണ്ടോ, നിനക്ക് എത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നീ രക്ഷിച്ചത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ ആൾക്കാരും ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതുപോലത്തെ ഓരോ ആൾക്കാരാണ് നീ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിന്റെ തലയിൽ ഇഷ്ടംപോലെ തെറ്റുകളുണ്ട്. നീ കുറെ വരെ കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് തൊട്ട് നീ പറ്റുന്ന ആൾക്കാരൊക്കെ ജീവിതം രക്ഷിക്കാൻ നോക്കും. ഇത്രയും വലിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഷിനിന്റെ കണ്ണൊക്കെ നിറയാണ്. അതിനുശേഷം പിന്നെ എന്താ ഫൈറ്റ് തന്നെയാണ്. മറ്റേ ബ്രദേഴ്സ് ആണെങ്കിൽ അവർക്ക് പറ്റുന്നതിനെ കാട്ടി കൂടുതൽ ഇവരടുത്ത് ഫൈറ്റ് ഉണ്ട്. പക്ഷെ ഇവർക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല. അതിനുശേഷം ഒന്നും പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവരുടെ സ്പെഷ്യൽ ടെക്നിക്ക് ഇവരോട് ഉപയോഗിക്കണം. പക്ഷെ അപ്പോൾ മാത്രം സാക്കമോടെ കഴുത്തിൽ ചെറിയ മുറിവ് വരുത്തുകയാണ്. ഇത്രയും ടെക്നിക്ക് നീ എസ്കേപ്പ് ആയോ? ഈ ടെക്നിക്ക് നീ ഒരിക്കലും എസ്കേപ്പ് ആകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാക്കമോടെ അടുത്ത് വീണ്ടും അവരൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സാക്കമോട്ടയ്ക്ക് വീണ്ടും ഒന്നും പറ്റുന്നില്ല. അതുപോലെ സാക്കമോടെ നൈസായിട്ട് നോക്കൗട്ട് ചെയ്യുന്നുണ്ട്. മറ്റവനെ നൈസായിട്ട് ഒരു ഫ്രിഡ്ജ് എടുത്ത് തലമണ്ടയെ കൂടെ അടിച്ചിട്ട് അവനെ നോക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ആരാണ് എന്ന് സാക്കമോട്ടനോട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാക്കമോട്ട പറയാം, നമ്മൾ സാധാരണ പലവഞ്ചന കടയിൽ നിൽക്കുന്ന ഒരു 2 ആൾക്കാർ. അവിടെ നിന്ന് കട്ടി മറ്റേ അവർക്ക് കൊട്ടേഷൻ കൊടുത്ത ആ ഒരു സിഇഒനെ കാണിക്കും. അപ്പോൾ സിഇഒ ആണെങ്കിൽ മറ്റു 2 പേര് വരാത്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കൊന്നാക്കി കൊണ്ടുവരാത്തതുകൊണ്ട് ടെൻഷൻ അങ്ങോട്ട് ഇവിടെ നടക്കുകയാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വേണ്ട ഡെലിവറി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാക്കമോട്ടെ അവർ 2 പേരും മറ്റേ ബസ്സിനെ ഇടിച്ച് കൊന്നതിന് ശേഷം ഇവിടെ കൊണ്ടിടുകയാണ്. ഇത് കണ്ട് അയാൾ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ തന്നെ ലൂഷ ഒരു കത്തിയെടുത്തതിന് ശേഷം അയാളെ കഴുത്തി വെച്ചതിന് ശേഷം പറയാണ്, നിങ്ങൾ എൻ്റെ അച്ഛനമ്മനെ കൊന്നതിനെ നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, സോറി എന്നൊന്നും ചെയ്തെന്ന് പറയുന്നുണ്ട്. ലൂഷ ആണെങ്കിൽ അവൾ പഠിച്ചിട്ടുള്ള എല്ലാ മാർഷൽ ആർട്ട് ടെക്നിക്സും അയാളെ നേരെ ഉപയോഗിച്ച് നോക്കിയാണ്. അപ്പോൾ തന്നെ അയാളെ മോന്തയൊക്കെ എന്തോ പോലെ ആവുകയാണ്. ഇത് കണ്ട് ആവശ്യം കൂടിയ സിന്നും കൂടെ അയാൾ ഇടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ സാക്കമോട്ടോ അവൻ പിടിച്ച് തടഞ്ഞതിന് ശേഷം അവനെ കഴുത്ത് പിടിച്ച് ഒടിക്കുന്ന പോലെ സാക്കമോട്ടോ അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തിനാ സാക്കമോട്ടോ എപ്പോഴും എന്നെ കൊല്ലാൻ വേണ്ടി ആലോചിക്കുന്നത്? അപ്പോൾ സാക്കമോട്ടോ പറയുന്നുണ്ട്, അത് നിന്റെ പ്രശ്നമല്ല, അത് അവളുടെ പ്രശ്നമാണ്. അപ്പോൾ സാക്കമോട്ടോയോട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരെയും കൊല്ലാൻ പാടില്ല, പകരം അയാളെ തെറ്റ് മനസ്സിലാക്കി അയാൾ ഉറപ്പ് വരുമ്പോൾ അയാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്ന് സാക്കമോട്ടോയോട് അവൾ പറയാണ്. ഇത്രയും പോരാടി കൊണ്ട് തന്നെ ആ ഒരു കീന് ഉപയോഗം കാണിക്കണ്ടേ. അപ്പോൾ ആ കീ വെച്ചിട്ട് അവിടെ ഒരു ലോക്കർ തുറക്കുകയാണ്. അപ്പോൾ ലോക്കറിനകത്ത് ഇഷ്ടംപോലെ CDs പിന്നെ കുറെ ഗോൾഡും കുറെ ഓർണമെന്റ്സ് ഒരുക്കുകയാണ്. അവിടെ ഒരു ടേബിളിൽ സാക്കി വെച്ചിരിക്കണം. സാക്കിന്റെ തൊട്ടടുത്ത് ഒരു പേപ്പറും ഒരു നോട്ടും കൂടെ ഉണ്ട്. ആ സാക്കി എന്താണെന്ന് വെച്ചാൽ യുവർ നെയിം കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാനും അതൊരു ലിക്കർ പോലത്തെ ഒരു ഡ്രിങ്ക് ആണ്. ആ നോട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോക്ക് 18 വയസ്സിന് മുകളിലാകുമ്പോൾ കുടിക്കേണ്ട സാക്കിയാണ് ഇത്. അപ്പോൾ ആണെങ്കിൽ അവൾ അച്ഛനെ ഓർത്ത് അവൾ കരയാണ്. അതിനുശേഷം അവളെ മീറ്റ് ചെയ്തപ്പം അവൾ കാരണം നശിച്ചു പോയ ആ ഒരു ബണ്ണ് അവിടെ ഇരുന്ന് അവർ 3 പേരും കഴിക്കുകയാണ്. ഒരു ദിവസം ന്യൂസ് ചാനലിലൊക്കെ അവർ ഫൈറ്റേഴ്സ് സ്ഥലത്ത് കുറെ നാശനഷ്ടം ഉണ്ടായില്ല, അതൊക്കെ ഗ്യാങ് ബോസുള്ള ഗ്യാങ് വാറാണെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചാനൽ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് പരത്തെ. അവിടെ കട്ടെ സാക്കമോട്ടോ ഇപ്പോൾ കടയിലോട്ട് വരുന്നുണ്ട്. കൂടെ മറ്റേ പെൺകുട്ടിയും കൂടെ ഉണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ ഈ കടയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ പെൺകുട്ടി ജോലി എന്താ വെച്ചാൽ ക്രീം ബണ്ണ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഷിന്ന് സാക്കമോട്ടോട് പറയുന്നത്, സാക്കമോട്ടോ എനിക്കിപ്പോൾ മനസ്സിലായി താങ്കൾ എന്തുകൊണ്ടാണ് ഫൈറ്റ് നടത്തിയത്. കാര്യം ഇന്നലെ താങ്കൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ഒരു കാര്യം ആലോചിച്ചില്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ടെലിപ്പതിക്ക്. ആണോ, എന്നാൽ ഈ ബുക്ക് വായിക്കും, കാരണം ഇന്നോട്ട് നീയും എൻ്റെ ഫാമിലിയത്തെ മെമ്പറാണ്. ഇതോർത്ത് ഷിന്ന് സന്തോഷപ്പെടുന്നുണ്ട്. ആ ഒരു ബുക്കിൽ ഒരേ ഒരു റൂള് മാത്രമേ ഉള്ളൂ. ആ റൂള് എന്താ വെച്ചാൽ ആരെയും കൊല്ലാൻ പാടില്ല എന്നാണ്. ഈ റൂള് നീ തെറ്റിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കും. അപ്പോൾ ഷിന്ന് പറയണത്, എന്ത് താനെ കൊല്ലുമെന്നോ? അവിടെ വെച്ച് എപ്പിസോഡ് 2 എൻഡ് ആവുകയാണ്. തീർന്നില്ല, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ ഉണ്ട് എപ്പിസോഡ് 2-ന്. ഇപ്പോൾ ഒരു ഗ്യാങ് കാണിക്കണം. അപ്പോൾ ഗ്യാങ്ങിൽ ഇവരെ 3 പറ്റിയുള്ള ഡീറ്റെയിൽസ് പേപ്പർ അവിടെ വെച്ചേക്കുകയാണ്. ഇതിൽ ഇയാളെ കണ്ടോ, ഈ തടിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്കുള്ള ബൗണ്ടി എത്രയെന്ന് വെച്ചാൽ 1 ബില്യൺ ആണ്. അവിടെ വെച്ച് എപ്പിസോഡ് 2 എൻഡ് ആവുകയാണ്. അടുത്ത എപ്പിസോഡ് എപ്പോഴാണെന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ ഞായറാഴ്ച ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയുള്ള സാക്കമോട്ടോ ഡേയ്സിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച എപ്പിസോഡ് 3 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.